പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കാത്ത ഒരു സന്തോഷം നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരില്ലേ, ആ ഒരു സന്തോഷം കൂടെ എനിക്ക്. ഗുഡ് മോർണിംഗ് എന്ന് ഞാൻ പറയുന്ന ടൈമിൽ ഇപ്പോൾ ടൈം 10:57, അതായത് 3 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 11 മണിയാവും. ഇന്നലെ നമ്മൾ ഈ ടൈമിൽ ഏകദേശം 11:30 കഴിഞ്ഞപ്പോൾ ബാങ്കിൽ പോയി. ബാങ്ക് തുറന്നില്ല, നമ്മൾ നേരെ തിരിച്ചു വന്നു. ഇന്നലത്തെ ഡേ ഏപ്രിൽ ഫൂൾ ആയിരുന്നു കേസ്, അതുകൊണ്ട് ബാങ്ക് തുറന്നില്ല. സോ ഇന്ന് ബാങ്ക് തുറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 2-ാം തീയതിയാണ്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബാങ്ക് തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇന്നലെ ആ വെയിൽ ഫുള്ളാക്കി കൊണ്ട് നേരെ പോയി. എൻ്റെ എഡിറ്റിംഗ് അത്രയും ടൈം വേസ്റ്റായി. വേറെ ബാക്കിയുള്ള ഷോർട്സ് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് നടന്നില്ല. ഓക്കെ, എന്നാൽ ഇന്ന് ഷോർട്സും ഷൂട്ട് ചെയ്യണം, ബാങ്കിലും പോകണം. 2 പണികളും മെയിനായിട്ട് കിടക്കുകയാണ്. വീഡിയോ കിട്ടും. സോ 3 ടാസ്കുകൾ ഇന്നത്തെ ഒരു ഡേയിൽ ചെയ്യാനുണ്ട്. എഡിറ്റിംഗ് കംപ്ലീറ്റ് ആക്കണം, ഷോർട്സ് ഷൂട്ട് ചെയ്യണം, ബാങ്കിൽ പോകണം. ഫസ്റ്റ് ബാങ്കിൽ പോകണം. ഞാൻ ഇപ്പോൾ ഡ്രസ്സ് മാറാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇപ്പോഴും ഒന്ന് ഇൻട്രോ പറയാം. അപ്പോൾ നേരെ ഒന്ന് ഇൻട്രോയും പറഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്ന് റെഡി, ഏകദേശം 3 മിനിറ്റോട്ട് ഞാൻ റെഡി. ഇപ്പോൾ എന്താണ് 11 മണി കഴിഞ്ഞുള്ളൂ. അപ്പോൾ ബാങ്കിൽ പോകണം ഇന്നത്തെ മിഷൻ. ഇന്നലെ നമ്മൾ പറ്റിക്കപ്പെട്ട്, എന്നാൽ ഇന്ന് നമ്മൾ പറ്റിക്കപ്പെടില്ല. ഇന്നലെ പോയ വഴിയെ പോവുക, നേരെ ബസ് സ്റ്റോപ്പിൽ പോവുക, നേരെ നടന്നാണ് ബാങ്കിൽ പോകുക. അങ്ങനെ വലിയൊരു വിഷയത്തെ മുമ്പിൽ കിടക്കണത് ഇത്രയും കംപ്ലീറ്റ് ആക്കി വരണം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി. ഗൈസ്, വീണ്ടും ഷോർട്ട് കട്ടാണ്, കണ്ടില്ലേ? ഷോർട്ട് കട്ടിലൂടെ വീണ്ടും നമ്മൾ യാത്രയായി. പയ്യെ നടന്ന് നമുക്ക് നേരെ റോട്ടിലെത്താം. ഗൈസ്, കാടും മേടും ഒക്കെ താഴെ വലിയ ദൂരമൊന്നുമില്ല, 100 മീറ്റർ. പിന്നെ അങ്ങോട്ട് കണ്ടിട്ട് കുറെ നാളായല്ലോ. എങ്ങോട്ട് പോകണം? ഇന്നലെ മഴ പെയ്തിട്ട് റോഡില് വലിയ മാറ്റമൊന്നുമില്ല, ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. എന്നാലും ഇങ്ങോട്ട് വെള്ളം കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മുടെ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ പോയി ബാങ്ക് തുറന്ന് ക്യാഷ് എടുത്ത് ഇനി വേറൊരു ബാങ്കിലോട്ട് ഞാൻ പോകണം. ഇതിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ വേറൊരു അക്കൗണ്ടിലോട്ട് നമ്മൾ കയറണം. അപ്പോൾ നേരെ നെക്സ്റ്റ് ബാങ്കിലോട്ടാണ് ഞാൻ പോകുന്നത്. 2 ബാങ്കിൽ കാണാം, 2 ബാങ്കിൽ കയറി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരാം. അതായത് ഇന്ന് പോയ നമ്മുടെ പണിയെന്താ കൊടുക്കുന്നത്? ഇന്ന് നമ്മൾ പോയ പണിയെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി ഞാൻ നേരെ ബസ് കയറി നേരെ വീട്ടിലോട്ട് പോകാം. ഫൈനലി ഞാൻ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ബാങ്കിൽ പോയി എൻ്റെ ജോലികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ വന്നു. നേരെ ബസ്സിൽ കയറുക, നേരെ വീട്ടിലോട്ട് പോകാം. ഒറ്റ മനുഷ്യരില്ല. നേരത്തെ ഒരു തിരക്കൂടിയ ബസ് പോയായിരുന്നേ, അതിനുശേഷം ഞാൻ പിന്നെ ഇതിന്റെ അകത്ത് വന്നിരുന്നു, വേറെ ആളൊന്നുമില്ല. അപ്പൊ ഞാൻ ബസ്സിനകത്ത് ഇത് ഭയങ്കര ചൂട് കഴിയും. എത്ര മണിക്ക് എടുക്കും പറഞ്ഞല്ലോ, എത്ര മണിയാണ് നോട്ടെ. ഇപ്പൊ വന്നിട്ട് 12:53. എനിക്ക് ഏകദേശം ഒരു 2 മണിക്കകത്ത് വീടെത്തണം. വീടെത്തിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പണികൾ പറഞ്ഞ പോലെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കേട്ടോ, ബസ് അടിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പോൾ ഫൈനലി വീട്ടിൽ ലാൻഡ് ആയിരിക്കുന്നു. എത്തി, വീടിന്റെ വഴിയുടെ ഫ്രണ്ടിൽ എത്തി. ഉള്ള വെയിലും എല്ലാം കൊണ്ട് എൻ്റെ നടുവ് കഴിക്കുന്നു. അങ്ങനെ ഇന്ന് പോയ ഫസ്റ്റ് സംഭവം എല്ലാം റെഡിയായി. ഇന്നലെ പോയിട്ട് റെഡി ആകാത്തോണ്ട് ഇന്ന് പോയത് സെറ്റായി, കാര്യങ്ങളെല്ലാം സെറ്റായി. ഇപ്പൊ ടൈം 2 മണി ആവാൻ പോണേ. 1:57. ഭാർഗവി, ഇതിന് ചോറ് എടുത്താ? അത് തന്നെ ഇങ്ങനെ കിടക്കണം. ഹലോ. അപ്പൊ നമുക്ക് നേരെ എന്താണ് ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഗായ്സ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ആയി. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് വന്നു ഗൈസ്. കടുമാങ്ങ തണ്ണിമത്തന്റെ തോടിൽ അച്ചാറിട്ടാണ് ഗൈസ്. അടിപൊളി, അത് കൊള്ളാമോ? ഒരു പീസ് കഴിച്ചാലോ? നൈസാണ് കേട്ടോ. പൊരിച്ച മീന്, ബീട്രൂട്ട് തോരൻ, മീൻ കറി ഉണ്ട് ഗൈസ്. മീൻ കറി എന്താണെന്ന് നോക്കാമല്ലോ. എന്തൊരു മീനമ്മ? ചെമ്പല്ലി മീനാണ് ഗൈസ്. പിന്നെ നമ്മുടെ രസം, പിന്നെ പൊരിച്ച മുളകുണ്ട്. അമ്പോ സെറ്റ്. എന്തൊരു സംഭവം, ഭയങ്കര വിശപ്പ് ഗൈസ്. നമുക്ക് കഴിക്കാം. കുറച്ച് കറി വെച്ച മീൻ എടുക്കാം, കുറച്ച് പൊരിച്ച മീനും എടുക്കാം, ഇനി കുറച്ച് തോരനും എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കടുമാങ്ങേ മതി, ധാരാളം. സൂപ്പർ ടേസ്റ്റ്. മുളക് കൂടെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ സെറ്റായി. പൊരിച്ച മുളക് അടിപൊളി. കടുമാങ്ങ പൊരിച്ച മുളക് സൂപ്പർ കോമ്പിനേഷൻ. ഫുള്ളും ഇങ്ങനെ കഴിച്ചാൽ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇനി ക്ഷമയില്ല. കഴിച്ചിട്ട് വരാം. മഴ കാണിച്ചുതരാം. കുറെ നാലിന് ശേഷം മഴയാണ് ഗൈസ്. വേറെ ലെവല്, ചൂടിനൊരു ശമനായി. ഗൈസ്, ഒരു രക്ഷയുടെ സ്ട്രിക്റ്റ് മഴ കണ്ടു. പൊളിയായിട്ട് നമുക്ക് നനഞ്ഞ് കുളിച്ച് മഴയത്ത് സ്ട്രിക്റ്റ് ആവാൻ പറ്റും. ഒരു രക്ഷയില്ല, വേറെ ലെവല്. ഇന്നലെ മഴ പെയ്തു, പക്ഷെ ഇന്നിവിടെ മഴ പെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള മഴയായിരുന്നു, വേറെ ലെവല്. ഈ മഴ നനയണതിന് വേറെ ലെവലായിട്ട് തോന്നും. അടിപൊളി. അത്രയ്ക്കും നമ്മൾ ഇത്രയും നാളും മഴ പെയ്യാതെ നിന്നിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്യുമ്പോഴേ മൊത്തത്തിൽ അടിപൊളി. ഒരു രക്ഷയില്ല. ഞാനിത് സന്തോഷിക്കാൻ പോയാണ്. ദൈവമേ, വേറെ ലെവല്. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തത് വേറെ ലെവലൊരു മഴ പെയ്തപ്പോ പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കാത്ത ഒരു സന്തോഷം നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരില്ലേ, ആ ഒരു സന്തോഷം കൂടെ എനിക്ക്. വേറെ ലെവല് ഗായ്സ്, വേറെ ലെവല്. ഒരു രക്ഷയില്ല.
ഞാൻ മൊത്തം നനഞ്ഞ് കുളിക്കാണ്. കുറെ നാളെ കൊണ്ട് മഴ കിട്ടായിരുന്നിട്ട് കിട്ടിയപ്പോഴേ ആ ഒരു സന്തോഷം. ഓ ദൈവമേ, വാ പൊളി. ഗൈസ് ഫുള്ള് മഴയല്ലേ ഞാൻ കുളിച്ച്. ഇനി നേരെ പോയി നല്ലപോലെ റെഡി ആയിട്ട് ഒന്ന് കുളിച്ചിട്ട് ഞാൻ വരാം. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. മൊത്തത്തിൽ കുളിച്ച് മഴ വന്നുകൊണ്ട് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയി പോയി ഗൈസ്. മൊത്തത്തിൽ ഇറങ്ങി കുളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു ആവേശം തോന്നി. പിന്നെ നേരെ ഇറങ്ങി കുളിച്ച് സെറ്റായി. എന്റെ ദൈവം അടിപൊളിയായിരുന്നു. എന്താണ് ഞാൻ ഇതുവരെ ഫീൽ ചെയ്യാത്ത ഒരു ഫീലായിരുന്നു. ഓ കുറെ നാളിന് ശേഷം പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരം ഒരു ഹാപ്പിനെസ് കിട്ടി. മഴയത് നനഞ്ഞ പോലെ നേച്ചറിന്റെ ഒരു ബ്ലെസ്സിങ് അല്ലേ ഗൈസ് മഴ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്യണ്ടേ. സോ ഞാൻ എൻജോയ് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് ഹാപ്പിനെസ് ആണ് കിട്ടിയത്. വാ അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ കുളിച്ച് കയറി സെറ്റ് ആയിട്ടൊക്കെ വന്നായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. ഞാൻ ഇതിനിടയ്ക്ക് ഈ മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ ഷോർട്സ് ഷൂട്ട് ചെയ്തോണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയും പെയ്തു. അപ്പോഴാണ് ഞാൻ പിന്നെ വ്ളോഗ് എടുത്തോണ്ടൊന്നും മഴയത്ത് എൻജോയ് ചെയ്ത ആ ഒരു സംഭവം എടുത്തത്. അത് എടുത്തതല്ല, അത് റിയൽ ആയിട്ട് മഴ കുറെ നാളുകൊണ്ട് വരാതിരുന്ന് ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു. ഇന്ന് കുറച്ചുകൂടെ കട്ടയ്ക്ക് പെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് ആയി. പിന്നെ ഞാൻ മഴയത്രയും കുളിച്ച് സെറ്റ് പിന്നെ നേരെ പോയി കുളിച്ച് റെഡിയായി തിരിച്ചു വന്നു. അതിനുള്ള ടൈമേ ആയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം ടൈം ആയി ഗൈസ് 11:07. ഞാൻ ഇപ്പൊ 10:45 വരെ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. മഴയത്ത് വിളിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ഗൈസ്. അത് മാത്രമല്ല ഇന്നലെ ബാങ്കിൽ പോയി ഏപ്രിൽ ഫുൾ ആയെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ആയി. മൊത്തത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കീടില്ല ദിവസം. ഓ ആ സന്തോഷത്തിൽ നമുക്ക് ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ഗൈസ്. സംഭവിച്ചു കഴിഞ്ഞതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. വൺ ഐഡിയ ലൈഫ്. ബൈ. Now it's finally time to see how this rivalry becomes a dynasty.